ഹലോ ഗായ്സ്, ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയി റെഡി ആവാം. ഇന്ന് കല്യാണത്തിൻ്റെ തലേന്നാണ്. എന്തായാലും നമുക്ക് വേഗം പോയി റെഡി ആവാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു മാലിൻ്റെ സെറ്റാണ് ഇടുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ സെറ്റിൽ തന്നെ നമുക്ക് കമ്മലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സെറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സും അതിൻ്റെ ഒപ്പം ഈ ഒരു മാലയൊക്കെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മോളെ കല്യാണമാണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നല്ല രാത്രിയൊക്കെ എത്തി കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും തലേന്നാണ്. തലേന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു മാലിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കമ്മലിടാം. അതിൻ്റെ അതേ മാച്ചിങ് കമ്മലാണ് കേട്ടോ അത്. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ വീഡിയോ, കാരണം കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് രണ്ടും തലേന്നത്തെയും കല്യാണത്തെ ആ ഒരു ദിവസം എല്ലാം കൂടി ഒറ്റ വ്ളോഗിൽ ആക്കാമെന്നായിരുന്നു. പക്ഷേ കുറേ ക്ലിപ്സ് ഉണ്ട് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചേർക്കണം. അതുകൊണ്ട് തന്നെ 2 വീഡിയോസായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കല്യാണത്തിൻ്റെ വ്ളോഗ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷൻ ഇടുന്നുണ്ട് കേട്ടോ. 2 ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ കളറ് ചെയ്യൽ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഞാൻ പൗഡർ ഇടാൻ മറന്നു എന്നൊരു സംശയം. അപ്പോൾ ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ വാച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കണ്ണിൻ്റെ മേലെ കുറച്ച് കളറൊക്കെ ആവാൻ വിചാരിച്ചു. മസ്കാര ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഗ്ലിറ്ററിങ് ഉള്ള ഒരു മസ്കാരയാണ് ഇട്ടത്. കുറച്ച് തിളങ്ങി നിൽക്കട്ടെ, അതുകൊണ്ട് തന്നെ കുറച്ച് തിളങ്ങുന്ന മസ്കാരയും ഒക്കെയാണ് ഇട്ടത്. പിന്നെ കുറച്ച് ബ്ലഷൊക്കെ ഇട്ടെടുത്തു. വീഡിയോയിലധികം കാണുന്നില്ല, പക്ഷേ കണ്ണാടിയിലൊക്കെ നേരിട്ട് നോക്കുമ്പോൾ നല്ല കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ മുടി കെട്ടണം എന്നുള്ളതായിരുന്നു കേട്ടോ ഡൗട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ മുടി കെട്ടാണ്ട് നേരെ അയച്ചിട്ടിട്ടുണ്ട്. നനഞ്ഞ മുടി ആയതുകൊണ്ട് ഇങ്ങനെ വെറുതെ അഴിച്ചിട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ പാറി കിടക്കണം. പക്ഷേ മുടി നല്ല നനഞ്ഞതായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഫാനിൻ്റെ ചുവട്ടൊക്കെ പോയി നിന്ന് മുടി ഉണക്കി എന്നിട്ട് മുടി ഞാനിങ്ങനെ അയച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുടി കെട്ടണം എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ബാക്കോട്ട് കെട്ടാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ മുന്നിക്കിട്ടിട്ട് അതൊന്നും ഇഷ്ടമാവുന്നില്ലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാ ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മുടി. പിന്നെ കുറച്ച് നേരം ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ മുടി അഴിച്ചിട്ടാണ്. പിന്നെ എപ്പോഴെങ്കിലും കെട്ടണം എന്ന് തോന്നിയാൽ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പിട്ട് നമുക്ക് ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിത് ഇപ്പോൾ ആ ഒരു മുടി എങ്ങനെയൊക്കെയോ സ്റ്റൈൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി മാലൊക്കെ ഇങ്ങനെ ആക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു പണിയിലൊക്കെയാണ്. പിന്നെ ഞാൻ അമ്മ വിളിച്ചപ്പോൾ നേരെ അടിയിലോട്ട് ഓടിപ്പോയിട്ടോ, കാരണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. താനൂരാണ് കേട്ടോ സ്ഥലം. അപ്പോൾ താനൂരിലേക്ക് പോവാണ്. കുറച്ച് ദൂരം എന്തായാലും ഉണ്ട്. അപ്പോൾ അതുവരെ അങ്ങനെ വണ്ടിയിൽ ഇരിക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പോകുന്ന വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറേ ലെങ്ത് ആയത്. അല്ലെങ്കിൽ 2 ദിവസം ഒരു വീഡിയോയിൽ ഒതുക്കാമായിരുന്നു. പക്ഷെ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ 2 വീഡിയോ ഒക്കെ ഇടുന്നു കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഏട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാടങ്ങളുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല പാടവും എല്ലാം അങ്ങനെ കുറേ തെങ്ങുകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നാമത് നല്ല ചൂടാണ്. അതിൻ്റെ ഇടയ്ക്ക് കാറിൻ്റെ ഉള്ളിൽ നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ AC ഇട്ട് അങ്ങനെ തണുത്ത് പോവുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം വണ്ടിയിലിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് കാറ് നിർത്തിയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ നല്ല പാടങ്ങളുള്ള നല്ല സ്ഥലമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ പോന്നു. പിന്നെ കുറച്ചധികം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ വണ്ടിയിലിരുന്ന് ബോറടിച്ചു കേട്ടോ. എന്തായാലും അങ്ങനെ അവിടെ എത്തി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും
അവിടെ എത്തിയതിന് ശേഷം ഇന്ന് തലേദിവസം എൻ്റെ ഹൽദി ആയിരുന്നപ്പോൾ ഇതാണ് ബ്രൈഡ്. അപ്പോൾ ഇങ്ങനെ മധുരമൊക്കെ കൊടുത്ത് ജിലേബി ലഡുതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് മുഖത്ത് ഈ സാധനമൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കില്ലേ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഗൈസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കലായിരുന്നു, ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഹാളിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛനും ഏട്ടനൊക്കെ പുറത്ത് പോയതായിരുന്നു. പിന്നെ ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ ഓരോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നേരമായിട്ട് പിന്നെ ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഇരുട്ടായപ്പോൾ വെറുതെ സ്റ്റെപ്പും പോയിരിക്കുകയാണ് കേട്ടോ. കാരണം ഒന്നും ചെയ്യാനില്ല. അമ്മ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നോക്കി ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ ചോറ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. നെയ്ച്ചോറായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഒരു തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ അവർ പഠിച്ച് വന്നിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൽ ബ്രൈഡും പിന്നെ വേറെ കുറച്ച് ആൾക്കാരാണ് കേട്ടോ കളിക്കുന്നത്. ക്യാമറാമാനൊക്കെ വന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഷൂട്ടിങ്ങൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങൾ വീട്ടിൽ പോകാൻ കേട്ടോ. അപ്പോൾ രാത്രിയായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു കയറി ചെല്ലുന്ന സ്ഥലം കണ്ടില്ല, ഇതേപോലെ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് മറക്കണ്ട. ടാറ്റാ.